ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അടിപൊളി ഗെയിം ഗൈസ്. ഞാൻ പുതിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്പൈഡർമാൻ 2 ആയിട്ടാണ്. യെസ് ഗൈസ്, അപ്പോൾ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ വന്നതാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നതാണ് ഞാൻ എന്തുകൊണ്ടാണ് മാർവൽ സ്പൈഡർമാൻ 2-ൻ്റെ സ്റ്റാർട്ടിങ് ഗെയിം ഇടാതെ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു റാൻഡായിട്ടുള്ളൊരു സിംബിയോട്ട് നെസ്റ്റ് കളിക്കുന്നത് എന്തിനാണ് ഇട്ടതെന്ന്. അപ്പോൾ ഗൈസ് ബേസിക്കലി പറയുകയാണെങ്കിൽ PS5 മേടിച്ചപ്പോൾ തന്നെ കൂടെ മേടിച്ചിട്ടുള്ള ഒരു ഗെയിമായിരുന്നു മാർവൽ സ്പൈഡർമാൻ 2. അപ്പോൾ ഫസ്റ്റ് 7 days 6 days ഒക്കെ ഉള്ളതിൽ ഒരു ഗെയിം ഞാൻ തീർത്തു. അതിനുശേഷം നമ്മുടെ ന്യൂ ഗെയിം പ്ലസ് ഒക്കെ അപ്ഡേഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് സ്കിൻസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കളിച്ചു, അതും കൂടെ തീർക്കാൻ അൾട്ടിമേറ്റ് ലെവലിട്ട് കളിച്ചു. അൾട്ടിമേറ്റ് ലെവൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതിട്ട് കളിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 2 ഗെയിംസ് ഞാൻ ഫിനിഷ് ചെയ്തു. ഇത് രണ്ടാമത്തെ ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് സംഭവങ്ങളൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ആവാം. ഓക്കെ മച്ചാമാരെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒരു സിംബയോട്ട് നെസ്റ്റ് എടുക്കാൻ പോവാണ്. പക്ഷേ ഈ സിംബയോട്ട് നെസ്റ്റിൽ എൻ്റെ വോയിസ് ഉണ്ടാവും, അതാണ് സംഭവം. കഴിഞ്ഞ പ്രാവശ്യം സിംബയോട്ട് നെസ്റ്റ് ഈസി ആയിരുന്നില്ലേ ഗൈസ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, സിംബയോട്ട് നെസ്റ്റിൽ വേറെ ഒരു സാധനമുണ്ട്. എല്ലാ സിംബയോട്ട് നെസ്റ്റിനും ഒരു ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതായത് അതിൻ്റെ ഒരു മെയിൻ പവർ കണ്ടെയ്ൻ ചെയ്യുന്ന പോർഷൻ, അത് ഒരെണ്ണമുള്ള സിംബയോട്ട് നെസ്റ്റ് ഈസിയാണ്. ഞാൻ പക്ഷെ ഇന്നലെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹാർട്ടുള്ള സിംബയോട്ട് നെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചധികം പാടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഈസി ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു സിംബയോട്ട് നെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ അങ്ങോട്ട് വിടാണ് ഗൈസ്. അവിടെ കാണാൻ നിങ്ങൾക്കൊരു ടവർ പോലെ, അങ്ങോട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത്. ആ ഒരു ടവർ പോലത്തെ സിംബയോട്ട് നെസ്റ്റ്, ആ ഒരു ടവർ ഇനി ഈ ഗെയിമിൻ്റെ ശേഷം ഉണ്ടാവില്ല ഗൈസ്. ആ ടവർ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ പവർ യൂസ് ചെയ്ത് അവിടുത്തെ സിംബയോട്സിനെയൊക്കെ കൊന്ന് നമ്മൾ അവിടുന്ന് നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് നമ്മളത് ഫുള്ളി ഇല്ലാതെയാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ പറന്ന് വിടാണ് മോനെ. സെറ്റ് ഗൈസ്, നമ്മൾ വേഗം വിടണം. പിന്നെ പുതിയൊരു സാധനമാണ് ഗൈസ് ഈ വിങ്സ്. ഇത് മാർവൽ സ്പൈഡർമാൻ 1 കളിച്ചവർക്ക് അറിയാം, ഉണ്ടായിരുന്നില്ല. ഞാൻ മാർവൽ സ്പൈഡർമാൻ 1 അത്ര കളിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കളിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ ഇറ്റ് സീംസ് ഇവിടെ ആകെ ഒരു ഹാർട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഈസി ആയിരിക്കണം ഗൈസ്. പിന്നെ അതാ ഇവിടെ സോണിക് ബോംബ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ സോണിക് ബോംബ് ഉണ്ട് കണ്ടോ. ഈ സാധനം എടുത്തിട്ട് സിംബയോട്സിൻ്റെ മേലോട്ട് എറിഞ്ഞാൽ അവർ ഫുള്ള് സൗണ്ട് വന്നിട്ട് അവരെ ഡിസ്ട്രോയ് ചെയ്യും ഗൈസ്. അങ്ങനത്തെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കുറച്ച് ഹെൽപ്പായിരിക്കും. നമ്മളത് സാധനം എടുത്ത് വെക്കുകയാണ്. ലെറ്റ്സ് ഗൈസ്. ഇന്നലെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. എവിടെ സിംബയോട്സ്? ഓ, ഇത് വന്നു തുടങ്ങി. മച്ചന്മാരെ എന്നാ പിടിച്ചോ, ഇതാ പിടിച്ചോ. ഞാൻ അത്ര ഓവർ പവർഡായിട്ട് ഇപ്പോൾ കളിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഓവർ പവർഡായിട്ടുള്ള ഗെയിം കണ്ടുണ്ടാവില്ല. ഓ, ഇവനൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവന്മാർക്കൊക്കെ ഇട്ട് പണി കൊടുക്കണം. ഓക്കെ, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ, എൻ്റെ കൺട്രോളറിൻ്റെ സൗണ്ട് ഗൈസ്. കാരണം ഞാൻ സ്ക്വയർ സ്പാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്വയറാണ് നമ്മുടെ ബട്ടൺ, മെയിൻ ബട്ടൺ. അവിടെ ആരാ അത്? അവിടെ ഒരാളുണ്ടല്ലോ, എൻ്റെ ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരാൾ. ഓക്കെ ഗൈസ്, എൻ്റെ കൺട്രോളറിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്നുണ്ടാവുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, എന്നാ പിടിച്ചു. അങ്ങനെ ഞാൻ അപ്ഷോട്ട് അടിച്ചു ഗൈസ്. അപ്പോൾ ഈ അപ്ഷോട്ടുള്ള സാധനം അടിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാതെ എൻ്റെ സൈഡിൽ 8 കൺട്രോളിങ്ങിൻ്റെ ബട്ടൺസ് ഉണ്ട്. ഈ 8 ബട്ടൺസ് യൂസ് ചെയ്തിട്ടാണ് ഈ 8 പവറുകൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പവർ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്താൽ അടുത്തുള്ള എല്ലാ വില്ലൻസും നേരെ സൈഡിലോട്ട് വരും. പിന്നെ ഇത് യൂസ് ചെയ്താൽ എല്ലാവരുടെ മുഖത്തോട്ടും ഒരു വളരെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സൗണ്ട് കേൾപ്പിക്കും. ഇത് സിംബയോട്സിലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. കാരണം സിംബയോട്സിന് സൗണ്ട് കേൾക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ പവേഴ്സിൽ ഉള്ളതാണ്.
ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, എൻ്റെ ഈ ഒരു ടൈപ്പ് റെക്കോർഡിങ്ങിൻ്റെ മെത്തേഡ് കാരണം ചെറിയ ലാഗൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് സെറ്റാക്കാൻ നമുക്ക് അടുത്ത പ്രാവശ്യം. ഓക്കെ അപ്പോൾ നമ്മൾ ടൈം ലിമിറ്റ് കഴിഞ്ഞു. ഒരു ടൈം ലിമിറ്റ് വരെ ഇവരെ ഹെൽപ്പ് ചെയ്താൽ മതി. ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞു. എന്തോ സാധനമൊക്കെ കിടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ ഇയാളെന്തോ പറയുന്നുണ്ടല്ലോ ഗൈസ്, കണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവരെ ഒക്കെ സിംബയോട്ടായി മാറിയിരുന്നു. ഇവരെയൊക്കെ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് അവർ താങ്ക് യു ഒക്കെ പറയുകയാണ്. അച്ഛാമാരെ, പിന്നെ ഈ ഒരു മാപ്പ് ഇത് വളരെ വളരെ വലിയൊരു മാപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ അറിയില്ല. വലിയൊരു മാപ്പാണ്. നമുക്കിനി അടുത്ത വല്ല പരിപാടി ചെയ്യാൻ പോവാം ഗൈസ്. കാരണം നമ്മൾ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ സൗണ്ട് ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഗൈസ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്യാൻ തന്നെ ഞാൻ പോവുള്ളൂ. അപ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് ഇവിടെ ഒരു ഹണ്ടർ ബ്ലൈൻഡ് ഉണ്ട്. ഹണ്ടർ ബ്ലൈൻഡ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ക്രേവൻ ദ ഹണ്ടറിൻ്റെ ആൾക്കാരാണ് ഈ ഹണ്ടർ ബ്ലൈൻഡ്സിൻ്റെ. ഇവിടെ അടുത്ത വീഡിയോ ഒരു ഹണ്ടർ ബ്ലൈൻഡ് ഉണ്ട്. അത് എന്തായാലും നമുക്ക് പോയി എടുക്കാം. യെസ് ഗൈസ്, ഇവിടെ തന്നെയാണ് ആ ഹണ്ടർ ബ്ലൈൻഡ്. നമുക്ക് നേരെ ആ ഹണ്ടർ ബ്ലൈൻഡിലോട്ട് വിടാം. നമുക്ക് ഇത് യൂസ് ചെയ്യാം ഗൈസ്. ഇത് ഇങ്ങനെ തിരിഞ്ഞു പോവാം. അതാണ് ഹണ്ടർ ബ്ലൈൻഡ് ഗൈസ്. ഞാൻ നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഈ ഒരു വിങ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് പോസിബിൾ ആയത് ഗൈസ്. ഈ വിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇത് പോസിബിൾ അല്ലായിരിക്കും ഗൈസ്. ഇത്രയും ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ തന്നെയായിരിക്കും. ഇവിടെ കിളിയുണ്ട്. പറയണ്ടേ? എന്തായാലും ഞാൻ റെഡി ആയി വരുമല്ലോ. ഇതാടാ, ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട് വെറുതെ തോക്ക് പിടിച്ച് നിൽക്കുന്നത്. അവരുടെ വിചാരം എന്താണെന്നറിയോ? അവർ നമ്മളിങ്ങനെ ഡിസ്റ്റൻസിൽ ഷൂട്ട് ചെയ്യും. കണ്ടോ? നിങ്ങൾ കണ്ടോ? അവർ ശരിക്കും പറഞ്ഞാൽ എന്നെ ഫൈറ്റ് ചെയ്യാൻ വരുന്നില്ല. അവർ വെറുതെ അവിടെ അവരുടെ വഴിയിൽ നിന്ന് വെറുതെ ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്ത് 1-2 ഷൂട്ട് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട് അവരാദ്യം ടേക്ക് ഡൗൺ ചെയ്യും. ആരാക്കാൻ മണ്ടയിൽ നിന്നിട്ട് മണ്ടയിൽ നിന്ന് കളിക്കുക. കിളി പിന്നെ വേറെ ഒരാൾ എന്നെ കാണിച്ചു തന്നിരുന്നു. എനിക്കിപ്പോൾ ചാവാം. ഓക്കെ 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 പിന്നെ വിളിച്ചു ഗൈസ്. പിന്നെ ഇവർ നിലത്തോട്ടൊന്നും വീഴുന്നില്ല കേട്ടോ. ഇവരൊക്കെ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ഹണ്ടേഴ്സ് ഉണ്ട്. പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. പിന്നെ ഈ കിളികളൊക്കെ ലോക്ക് ചെയ്ത് കഴിച്ചു. അതാ മീനായി എനിക്ക് ചാവാം. പോയി ഇന്ന് ഇനി നീ അവിടെ ഒരാളെ മണ്ടേ എന്നിട്ട് കുറെ നേരം കളിക്കണം. നീ ആരടാ? എന്നിട്ട് എൻ്റെ മാക്സിമം പണി കൊടുത്തിട്ടുണ്ട്. ഇനി ആരാ ബാക്കിയുള്ള? അപ്പോൾ ഇനി ഒരു വല വിടുന്ന ബാക്കിയുള്ളൂ. അവനും കൂടെ അപ്പോൾ ഓക്കെ അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഈ ഒരു പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എന്തോ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തിട്ടൊന്നുമില്ല ഗൈസ് ഇത്. അപ്പോൾ ഇതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റേ സംഭവമാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. ഓ ഗൈസ് കണ്ടോ? അത് നമുക്ക് മാർക്ക് ചെയ്യാം.
ഇല്ല I ഗൈസ്. see you've been to another blind too. അപ്പോൾ അവിടെ ഒരു പുതിയ 100 ബ്ലൈൻഡ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ആ ഒരു ബ്ലൈൻഡിൻ്റെ പേരാണ് അവേരി ബ്ലൈൻഡ്. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും അവിടെ പോയി കളിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ആയതുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ 20-30 മിനിറ്റ് ഒക്കെ ഇടുമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ വരാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് അൾട്ടിമേറ്റ് ഗെയിമർ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.